തിരുവനന്തപുരം സിറ്റിയിൽ ആര് വന്നാലും ഈ ബീച്ച് കാണാതെ പോകാറില്ല. ഈ ബീച്ചിൻ്റെ പേരാണ് ശംഖുമുഖം ബീച്ച്. ഈ കാണുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ പട്ടികളെയും പൂച്ചകളെയും ദത്തെടുക്കാൻ വേണ്ടി വച്ചിരിക്കുന്നതാണ്. ശനിയാഴ്ച ദിവസമായതിനാൽ നല്ല തിരക്കും ആളുമുള്ള ദിവസമാണ്. ശംഖുമുഖം ബീച്ചിൽ ഇഷ്ടംപോലെ വിനോദസഞ്ചാരികൾ പുറത്തുനിന്നും ജില്ലയിൽ നിന്നും ഫോറിനേഴ്സും വരുന്ന സ്ഥലമാണ്. മത്സ്യകന്യകയുടെ രൂപമുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ഒരു ഹെലികോപ്റ്റർ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ആൾക്കാർക്ക് സെൽഫി എടുക്കാൻ വേണ്ടി ആൾക്കാർ വളരെ തിരക്ക് ഉള്ള ഒരു സ്ഥലമാണ്. ഇത് ശനി ഞായർ ദിവസങ്ങളിൽ നല്ല തിരക്കാണ്. പിന്നെ ഗെയിം സോൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. കുട്ടികൾക്ക് അവർക്ക് കളിക്കാവുന്നതാണ്. ഇത് നമ്മൾ ഇത് ശംഖുമുഖം വശങ്ങളിൽ കാണുന്ന കളിപ്പാട്ടങ്ങൾ, പ്ലാസ്റ്റിക് ഐറ്റങ്ങൾ, ഒന്ന് വേണ്ട ചാല കമ്പോളത്തിൽ കിട്ടുന്ന എല്ലാ ഐറ്റങ്ങളും, വില കുറഞ്ഞ സാധനങ്ങളും വില കൂടിയ സാധനങ്ങളും, എന്തൊക്കെ രസകരമായ കളിപ്പാട്ടങ്ങൾ, ആഹാര സാധനങ്ങൾ. കുതിരയിൽ കുട്ടികൾക്ക് യാത്ര ചെയ്യാം. അതിന് ചെറിയൊരു ഫീസ് കൊടുത്താൽ മതി. കൂടെ തന്നെ ഒരു ട്രെയിൻ, ശംഖുമുഖത്ത് ടയറിലോടുന്ന ട്രെയിൻ. ഇതിൽ രസകരമായ കാഴ്ചയാണ്. 2-3 ബോഗികൾ മാത്രമാണ് ഉള്ളത്. ഈ ബോഗിയിൽ ആൾക്കാർ ഇരിക്കുന്നു. ചെറിയ പൈസ കൊടുത്താൽ മതി. ശംഖുമുഖം ബീച്ചിൻ്റെ അകത്ത് കൂടി ഒരു റൗണ്ട് അവർ നിങ്ങളെ കാഴ്ചകളൊക്കെ കാണിച്ച് കൊണ്ടുവരുന്നതാണ്. ബീച്ച് വളരെ മനോഹരമായിട്ടുള്ളതായിരുന്നു. ഈ ഇടയ്ക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ കടൽ എടുത്തു നഷ്ടം വന്നിട്ടുണ്ട്. അത് ഇല്ലെങ്കിൽ ഇവിടെ ഇത്രയും അടുത്താണ് കടൽ കയറി നിൽക്കുന്നത്. മുമ്പ് അതില്ലായിരുന്നു. കടൽ വളരെ ഇറങ്ങിയാണ് നിന്നത്. പക്ഷേ ഇപ്പോൾ കടൽ വളരെ മുന്നിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ പഴയ ഒരു ഇന്ത്യൻ കോഫി ഹൗസാണ്. അതിൻ്റെ പുറകിൽ കാണുന്ന കെട്ടിടം ഇപ്പോൾ ഇൻഡോർ ഷട്ടിൽ കോർട്ടാണ്. അത് വൈകുന്നേരങ്ങളിലും കാലത്തും ടൈം വെച്ച് സ്പോർട്സ് കൗൺസിൽ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ശംഖുമുഖത്ത് ആരെയും കുളിക്കാൻ അനുവദിക്കില്ല. കാര്യം തിര വളരെ അപകടമാണ്. കരയിൽ നിൽക്കാനേ അനുവാദമുള്ളൂ. ലൈഫ് ഗാർഡുകൾ അവിടെ ഉണ്ട്. കാര്യം അവിടെ കുളിക്കാൻ അനുവാദമില്ല. വളരെ താഴ്ച ഉള്ളതും ഉൾവലിവുമുള്ള വെള്ളമാണ്. ആളുകളെ വലിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കരയിൽ നിന്നുകൊണ്ട് ആൾക്കാർക്ക് കാലൊക്കെ നനയ്ക്കാവുന്നതാണ്. ഇഷ്ടംപോലെ ഫുഡ് കോർട്ടുകളാണ് 4 ചുറ്റുമുള്ളത്. വില കൂടിയതും വില കുറഞ്ഞതുമായി. ഈ കാണുന്ന കൊട്ടാരം തിരുവിതാംകൂർ മഹാരാജാവിൻ്റേതാണ്. ആറാട്ട് ദിവസങ്ങളിൽ അദ്ദേഹം ഇവിടെ കടലിൽ കുളി കഴിഞ്ഞു ഇവിടെ വിശ്രമിച്ചിട്ടാണ് അദ്ദേഹം ആറാട്ട് നടത്തി തിരിച്ചു പോകുന്നത്. വർഷത്തിലൊരിക്കൽ തിരുവനന്തപുരം എയർപോർട്ട് അടച്ച് കുറുകെയാണ് അദ്ദേഹം ഈ ആറാട്ടിന് വരുന്നത്. ശംഖുമുഖത്തിൻ്റെ ഒരു മുദ്രയായിട്ടാണ് ഈ കൽമണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. വളരെ രസകരമാണ് കാണാൻ. കടലിന് അടുത്തോട്ടാണ് ഇത് നിൽക്കുന്നത്. ആൾക്കാർക്ക് ഒരു വിശ്രമ കേന്ദ്രമാണ്. ഉച്ചയ്ക്കൊക്കെ വന്നാൽ കൽമണ്ഡപത്തിൽ ഇരുന്നാൽ നല്ല കാറ്റ് കൊള്ളാം. വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാം. ഈ കാണുന്ന ഇത് നമ്മുടെ ഒരു ചുറ്റുപാടും സ്പീഡിൽ കാണുന്ന ഒരു സ്ഥലമാണ്. ഇനി നമുക്ക് നൈറ്റ് വൈബിലോട്ട് പോവാം. നൈറ്റിൽ നമ്മൾ ശംഖുമുഖത്തോട്ട് കയറിപ്പോകുമ്പോൾ ഇരുവശങ്ങളിലും പെർഫ്യൂംസുകൾ, ഐസ്ക്രീം, മീൻ പൊരിച്ചത്, ചായ, വട, ലൈവായിട്ടുള്ള ദോശ-ചുടൽ, ചിക്കൻ ഫ്രൈ എന്ന് വേണ്ട നോൺ വെജും വെജിറ്റേറിയനുമായ എല്ലാ തരം ഫുഡുകളും ഇവിടെ ഫുഡ് കോർട്ട് പോലെ പുറത്ത് കസേരയൊക്കെ ഇട്ട് കടൽക്കാറ്റൊക്കെ കൊണ്ട് ആൾക്കാർക്ക് കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. നല്ല രസമാണ് ഫുഡ് ഇവിടെ കഴിക്കാൻ. അതുപോലെ 2 തരത്തിൽ കാണാം. ഞാൻ പറഞ്ഞില്ല നേരത്തെ കോഫി ഹൗസ്, അതുപോലെ വില കൂടിയ ലെഫ്റ്റ് സൈഡിലോട്ട് കാണിച്ച സ്ഥലങ്ങളിലെല്ലാം വലിയ ഫുഡ് കടകളാണ്. ഇത് സാധാരണ ആൾക്കാർക്ക് ചെറിയ പൈസ ഇതിൽ കൊടുത്ത് നമുക്ക് മീനായാലും ശരി തന്നെ, ഞാൻ പറയാം, നോൺ വെജും വെജിറ്റേറിയനും എല്ലാം ഇവിടെ വളരെ യഥേഷ്ടം കഴിക്കാൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് വരുന്നവർക്ക് ഇത് കാണാതെ പോകുന്നത് വളരെ നഷ്ടമാണ്. ശംഖുമുഖം സിറ്റിയോട് ചേർന്ന് കിടക്കുന്നതാണ്. ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ദൂരത്തിൽ മാത്രമാണ്. ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ഓരോ മണിക്കൂറിലും ബസ് സർവീസുണ്ട്. ഇഷ്ടം പോലെ
ബസ് സർവീസ് ഉള്ള സ്ഥലമാണ് ശംഖുമുഖം. നല്ലൊരു ഇതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് വന്നാൽ ശംഖുമുഖം കാണാതെ പോകരുത്. ഇനി ശംഖുമുഖത്ത് നമ്മൾ ഇറങ്ങി ഉടനെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ശംഖുമുഖം ദേവീക്ഷേത്രമാണ്. ഇത് വളരെ പുരാതനമായ ഒരു ദേവീക്ഷേത്രമാണ്. വളരെ ഭംഗിയാണ്, വളരെ ലൈറ്റൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ടാണ് ഈ ക്ഷേത്രം നമുക്ക് രാത്രി കാലങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ദേവീക്ഷേത്രമാണ്, ശരിക്ക് തിരക്കുള്ള ഒരു ക്ഷേത്രമാണ്. ആൾക്കാരെല്ലാവരും ഈ ബലി ഇടുന്ന സമയങ്ങളിൽ ഇവിടെ ശംഖുമുഖത്ത് ബലിയിട്ടിട്ട് ഈ ക്ഷേത്രത്തിൽ തൊഴുതിട്ടാണ് ആൾക്കാർ വീട്ടിലേക്ക് മടങ്ങുന്നത്. ആ ദിവസങ്ങളിലൊക്കെ ഈ ക്ഷേത്രം വളരെ തിരക്കാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ ശരിക്ക് ഭക്തജനങ്ങൾ വരികയും തൊഴുകയുമാണ് ചെയ്യുന്നത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഫോളോ ചെയ്യുക.